ദീപകിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ യുവതി വിദേശത്തേക്ക് കടന്നു എന്ന് സൂചന പ്രമുഖ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. ദുബായിലേക്ക് കടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മുടെ ദുബായിലെ മലയാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ എത്തിയെങ്കിൽ അറിയിക്കണം. നമ്മുടെ പോലീസും നിയമ സംവിധാനവും അവരെ തിരിച്ചു കൊണ്ടുവരാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് പറയുന്നു. ദുബായിലെ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചു. പ്രത്യേകിച്ച് ദുബായിലെ സ്ത്രീകളടക്കം എന്നെ വിളിച്ചു. അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ വിദേശത്തേക്ക് കടന്നോ ഇല്ലയോ എന്ന് അറിയില്ല. കടന്നെങ്കിൽ അവരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. എനിക്ക് ഇന്നലെ വളരെ സന്തോഷം തോന്നിയ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരു കാറിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ നാളെ തിരിച്ച് കേരളത്തിലേക്ക് എത്തി ദീപകിന്റെ അച്ഛനെയും അമ്മയും കാണുകയും നമ്മുടെ എല്ലാം ഒരു സംഭാവനയും പിന്തുണയും അവർക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആ പിന്തുണ എല്ലാ രീതിയിലുമുള്ള ധാർമ്മികവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പിന്തുണ ആ കുടുംബത്തിന് വേണം. ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കരുത്, രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നാളെ രാവിലെ തന്നെ അവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ രണ്ട് മാധ്യമങ്ങളിലെ നിലപാടുകൾ എനിക്ക് വളരെ സന്തോഷം നൽകി. ഒന്ന് നമ്മുടെ ഹാഷ്മിയുടെ നിലപാടാണ്. ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ ആദ്യമായിട്ടായിരിക്കും പുരുഷൻ അനുകൂലമായിട്ട് ഒരു ചർച്ച എടുക്കുന്നത്. അതോടൊപ്പം മറുനാടൻ മലയാളിയിലെ ശ്രീ ഷാജൻ എൻ്റെ പുരുഷപക്ഷ നിലപാടുകളെ അതിശക്തമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ ഷാജൻ സാറിന്റെ ഇന്നലത്തെ ഒരു ഇതുണ്ടായിരുന്നു. രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ശരിയാണ് എന്ന് പറയുന്ന രാഹുൽ ഈശ്വർ ആണ് ശരി ദീപകിന്റെ വിഷയത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവാണ്. അതായത് മറുനാടൻ മലയാളി പോലെ ഏറ്റവും പ്രമുഖമായ ഡിജിറ്റൽ മീഡിയയും 24 പോലെ ഏറ്റവും പ്രമുഖമായ മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് വളരെ പോസിറ്റീവും മറ്റുമാണ്. ഹാഷ്മിയുടെ സ്ഥിരം പഞ്ചിലുള്ള ആ ഹൈലൈറ്റും കൂടെ നമുക്ക് കേൾക്കാം. ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ കോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറ പ്രകാരത്തെ അവസാന യാത്ര ഗുരുയിൽ കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി മുത്തേതിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ. വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവുന്നതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച് നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയെന്ന് വിട്ടുപോയതല്ല. റേച്ചലും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരികൊണ്ട് ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റ വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചിലഞ്ഞ് 10 വോട്ടിലുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരോട് ചെറുതാക്കുന്ന ചെത്താക്കൾ അത്രക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നമൊന്നല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞതാണ്. രാമന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തരെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കി വെച്ച് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കുന്ന ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ള ഒരു ഭാവിയുന്നപ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയത് ആരോട് പറയാനാണ്? ആദ്യപ്പെട്ടൊരു വീഡിയോ ഉറച്ചില്ല. പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിയ വീഡിയോ ഇന്നലെ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തരെ പച്ചക്ക് വിട്ട് ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന് കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെ കൊലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവടക്കം മറ്റൊത്ത് തൂങ്ങിയാണ് വേട്ടക്കിരകൾ ആൺ ശവങ്ങൾ. ഏതോ സമാന്തര ലോകത്തിൽ ഐക്യത എന്ന് നോക്കി പൂട്ടിരിക്കുന്ന പർവ്വത്തിൽ അടഞ്ഞത് ഫോൺ നോക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും അതിന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് എടുത്ത് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കേട്ട് ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. അത് വളരെ ഹാഷ്മി രസകരമായി പറഞ്ഞു. മാത്രമല്ല ഹാഷ്മി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഹാഷ്മി ഒക്കെ മെൻസ് കമ്മീഷനെ വളരെ ട്രോൾ ചെയ്തിരുന്നതും എതിർത്ത വ്യക്തിയാണ്. പക്ഷെ ഒന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്ന് ശ്രീ ഹാഷ്മിയും ശ്രീ മറുനാടൻ ഷാജിനും ഒക്കെ പറയുന്നത് കേരളത്തിന്റെ പോസിറ്റീവ് മനസ്സിനെ കാണിക്കുന്നതാണ്. ഇവിടെയാണ് അവരോട് നന്ദി പറയുന്നു. ശ്രീ ഹാഷ്മിയോടും ശ്രീ ഷാജിനോടും നന്ദി പറയുന്നു. ഈ വിഷയത്തിൽ നമ്മളുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ, രാഷ്ട്രീയം, മതം, വർഗീയത, സമുദായം തുടങ്ങിയ കാര്യങ്ങൾ കുത്തിക്കേറ്റരുത്. യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേദനയുടെ വിഷയമാണ്. ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്ത വിഷയമാണ്. ദീപകിന് എല്ലാവിധ പിന്തുണയും കൊടുക്കണം, എല്ലാ തരത്തിലുമുള്ള പിന്തുണയും കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാറിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് കേരളത്തിൽ എത്തുകയും വളരെ പോസിറ്റീവായ രീതിയിൽ ഇതിൽ ഇടപെടുകയും ഒരു ദിവസമെങ്കിലും ആ പെൺകുട്ടിയെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലിടണം. പിന്നീട് ജാമ്യം എടുത്തോട്ടെ, പിന്നീട് ട്രയൽ നടക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് അതിനൊന്നും എതിരഭിപ്രായമില്ല. പക്ഷേ ആ അമ്മയുടെയും അച്ഛന്റെയും കണ്ണുനീരിന് ഞാൻ അത് കൊടുക്കാത്തതിന്റെ കാര്യം എനിക്കത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. എനിക്കത് വേദനയോടെ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളത് കാണുക. ആ കണ്ണീരിന്, ദീപകിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ജയ് ഹിന്ദ്.